യു.എയിൽ വിസിറ്റ് വിസയിൽ എത്തിയവർക്ക് 90 ദിവസം വരെ അതിന്റെ കാലാവധി നീട്ടാൻ കഴിയും. ഒപ്പം 30 ദിവസത്തേക്കും 60 ദിവസത്തേക്കും വരെ നീട്ടാൻ കഴിയുമെന്നും അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബുദാബി, ഷാർജ, അജ്മാൻ, ഉമൽ ഖൊയ്ൻ, റാസൽ ഖൈമ, ഫുജേറ എന്നിവിടങ്ങളിലേക്കുള്ള വിസിറ്റ് വിസ കാലാവധി നീട്ടുന്നതിനുള്ള അധികാരം ICPക്കാണ്. ഇവിടങ്ങളിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അപേക്ഷ 3 ചാനലുകളിലൂടെ നൽകാം. ICP സ്മാർട്ട് സേവനങ്ങളുടെ ഈ കാണുന്ന വെബ്സൈറ്റ്, പിന്നെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമായിട്ടുള്ള ICP മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ICP അധികാരപ്പെടുത്തിയ ടൈപ്പിംഗ് സെന്റർ എന്നിവ വഴി വിസ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുവേണ്ട രേഖകൾ ഇവയൊക്കെയാണ്: എൻട്രി പെർമിറ്റിന്റെ ഒറിജിനൽ കോപ്പി, വിസിറ്റ് വിസ ഉടമയുടെ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വാടക കരാർ അല്ലെങ്കിൽ ഹോട്ടൽ റിസർവേഷന്റെ വിശദാംശങ്ങൾ, റിട്ടേൺ ടിക്കറ്റിന്റെ കോപ്പി, നേരത്തെ നൽകിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റെസിപ്റ്റിന്റെ കോപ്പി, സ്പോൺസറുടെ എമിറേറ്റ്സ് ID കോപ്പി, അതിന്റെ 2 സൈഡും ഉണ്ടായിരിക്കണം. ICP സ്മാർട്ട് സർവീസസ് പ്ലാറ്റ്ഫോം വഴി വിസിറ്റ് വിസ എക്സ്റ്റൻഷന് അപേക്ഷിച്ച ശേഷം ഫീസ് അടച്ചാൽ അപേക്ഷ സമർപ്പിച്ചതായി നിങ്ങൾക്ക് ICPയിൽ നിന്ന് ഒരു കൺഫർമേഷൻ ലഭിക്കും. അംഗീകാരം ലഭിച്ചാൽ ഒരു വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നതിന് ഏകദേശം 2 മുതൽ 5 പ്രവൃത്തി ദിവസങ്ങൾ വരെ എടുക്കും. അപേക്ഷാ ഫോമിൽ നൽകുന്ന ഇമെയിൽ വിലാസത്തിലാണ് കാലാവധി നീട്ടിയ എൻട്രി പെർമിറ്റ് ലഭിക്കുക. അപേക്ഷയിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവീസ് ഫീസ് വ്യത്യാസപ്പെടാമെന്നും ICP വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ദുബായിലെ വിസിറ്റ് വിസയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജനറൽ ഡയറക്ടേഴ്സ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFAയിലാണ് അപേക്ഷ നൽകേണ്ടത്. GDRFA സ്മാർട്ട് സർവീസസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആമിർ സർവീസ് സെന്ററുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ദുബായിലും അപേക്ഷയുടെ സ്വഭാവമനുസരിച്ച് ഫീസ് ഘടനയിൽ വ്യത്യാസമുണ്ടായേക്കാം. ദുബായിൽ പരമാവധി 180 ദിവസം എന്ന നിബന്ധനയിൽ വിസ ഒന്നിലധികം തവണ നീട്ടാനാകുമെന്നും GDRFAയുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്.